നമസ്കാരം. വിശ്വരൂപ ദർശനം എന്നത് തപശാലികളായ ഋഷികൾക്കും ദേവന്മാർക്ക് പോലും സുലഭമായ ഒന്നല്ല. കലിയുഗ ഭക്തർക്കായി ശ്രീമൻ മഹാവിഷ്ണു വിശ്വരൂപ ദർശനം നൽകുന്നതും മഹാഭാരതത്തിൽ നിന്ന് കീറിയെടുത്ത ഒരേടെന്ന് പറയാവുന്നതുമായ ഒരു ദിവ്യദേശത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം ശ്രീ പാണ്ഡവദൂത പെരുമാൾ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ കാഞ്ചീപുരം ജില്ലയിൽ പെരിയ കാഞ്ചിയിൽ ഏകാംബരേശ്വര ക്ഷേത്രത്തിൽ നിന്നും നടന്നു പോകാവുന്ന ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീമൻ മഹാവിഷ്ണു പാണ്ഡവദൂത പെരുമാൾ എന്ന നാമത്തിൽ കുടികൊള്ളുന്നു. ഭഗവാന്റെ ഉത്സവമൂർത്തി രുക്മിണി സത്യഭാമ സമേത ശ്രീകൃഷ്ണനാണ്. പുരാണങ്ങളിൽ തിരുപ്പാടകം എന്നറിയപ്പെട്ടിരുന്ന ഈ ദിവ്യദേശം മഹാഭാരത കഥയുമായി ബന്ധമുള്ള ക്ഷേത്രമാണ്. പ്രധാനമായും രോഹിണി നക്ഷത്ര ജാതകരുടെ ദോഷപരിഹാര സ്ഥലം കൂടിയാണ് ഈ ക്ഷേത്രം. 108 ദിവ്യദേശങ്ങൾ അഥവാ 108 വൈഷ്ണവ തിരുപ്പതികൾ എന്നറിയപ്പെടുന്ന പ്രശസ്ത വിഷ്ണു ക്ഷേത്രങ്ങളിൽ 48ാമതേതാണ് ഈ ക്ഷേത്രം. പ്രശസ്ത വിഷ്ണുഭക്തരായ 12 ആഴ്വാർകളിൽ ഭൂതത്താഴ്വാർ, പേയാഴ്വാർ, തിരുമങ്കയാഴ്വാർ, തിരുമഴിസി ആഴ്വാർ എന്നിവർ ഇവിടുത്തെ ഭഗവാനെ പറ്റി അവരുടെ കവിതാ സമാഹാരമായ 4000 ദിവ്യപ്രബന്ധത്തിൽ മംഗളാശാസനം പാടിയിട്ടുണ്ട്. 27 അടി ഉയരമുള്ള ഇരിക്കുന്ന രൂപത്തിലുള്ള ഭഗവാന്റെ ഇത്രയും വലിയ പ്രതിഷ്ഠ വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിലുണ്ടോ എന്നത് സംശയമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. മഹാഭാരത കഥയിൽ ചൂതാട്ടത്തിൽ രാജ്യം നഷ്ടപ്പെട്ട പാണ്ഡവർ വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചെത്തി. പാണ്ഡവർക്ക് സൂചികുത്താൻ ഇടം കൊടുക്കില്ലെന്ന് പറഞ്ഞ കൗരവരുടെ അടുത്തേക്ക് പാണ്ഡവർക്കായി 5 വീടെങ്കിലും കൊടുക്കണമെന്ന് പറയാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹസ്തിനപുരിയിലേക്ക് ദൂതുപോയി. കുരുക്ഷേത്ര യുദ്ധം നടന്നാൽ ശ്രീകൃഷ്ണനുള്ളിടത്തോളം പാണ്ഡവരെ ജയിക്കുക സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ ശകുനിയും ദുര്യോധനനും ശ്രീകൃഷ്ണനെ അപായപ്പെടുത്താൻ വഴികൾ ആലോചിച്ചു. അതിനായി അവർ ഭൂമിക്കടിയിൽ ഒരു നിലവറ പണിത് അതിൽ ഭഗവാനെ വധിക്കാൻ മല്ലന്മാരെ നിർത്തി അതിനുമേലെ പട്ടുകമ്പളം വിരിച്ച് ശ്രീകൃഷ്ണനുള്ള ഇരിപ്പിടമൊരുക്കി. ഭഗവാൻ തനിക്കായി ഒരുക്കിയ സിംഹാസനത്തിലിരുന്നതും ഇരിപ്പിടം ചരിഞ്ഞ് നിലവറയ്ക്കുള്ളിൽ വീണു. ഭഗവാൻ ശ്രീകൃഷ്ണൻ മല്ലന്മാരെ വധിച്ചതോടൊപ്പം കൗരവസഭയിലുള്ളവർക്കായി വിശ്വരൂപ ദർശനം കാണിച്ചു. കാഴ്ചശക്തി ഇല്ലാത്ത ധൃതരാഷ്ട്ര മഹാരാജാവിന് പോലും ഈ വിശ്വരൂപ ദർശനം കാണാൻ തക്കവണ്ണം കാഴ്ചശക്തി കിട്ടി. ഭഗവാന്റെ വിശ്വരൂപ ദർശനം കണ്ട തനിക്കിനി വേറൊന്നും കാണണ്ട എന്നതിനാൽ തന്റെ കാഴ്ചശക്തി തിരിച്ചെടുക്കാൻ ധൃതരാഷ്ട്രർ ശ്രീകൃഷ്ണനോട് അഭ്യർത്ഥിച്ചെന്നും ഭഗവാൻ അത് സമ്മതിച്ചെന്നുമാണ് പുരാണങ്ങൾ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവർക്കായി കൗരവരുടെ അടുത്ത് ദൂതുപോയതിനാൽ പാണ്ഡവദൂത പെരുമാൾ എന്നറിയപ്പെട്ടു. കാലങ്ങൾക്ക് ശേഷം പാണ്ഡവരുടെ വംശാവലിയിൽ വന്ന അർജുനന്റെ പൗത്രൻ ജനമേജയൻ എന്ന രാജാവ് വൈശമ്പായനൻ എന്ന മഹർഷിയുടെ അടുത്ത് മഹാഭാരത കഥ കേൾക്കാൻ വന്നു. ഭഗവാൻ പാണ്ഡവദൂത പെരുമാളായി വിശ്വരൂപ ദർശനം കൊടുത്ത കഥ കേട്ട് ആ വിശ്വരൂപ ദർശനം കാണാനുള്ള വഴിമുറകൾ വൈശമ്പായന മഹർഷിയിൽ നിന്നും മനസ്സിലാക്കി ഇവിടെയുള്ള മത്സ്യതീർത്ഥത്തിൽ 1000 വർഷം ജനമേജയൻ കഠിന തപസ്സനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ തപസ്സിൽ പ്രസാദിച്ച് ഭഗവാൻ ജനമേജയന് വിശ്വരൂപ ദർശനം കൊടുത്ത രൂപത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. തിരുപ്പാടകം എന്നാൽ ഭഗവാന്റെ പെരുമയുള്ള ഇരിപ്പിടം എന്നാണ് അർത്ഥം. രോഹിണി നക്ഷത്രക്കാരുടെ പരിഹാര ക്ഷേത്രമാണിതെന്ന് പറയാൻ കാരണം ഇതാണ്. ദക്ഷ പ്രജാപതിയുടെ പുത്രിമാരായ നക്ഷത്ര കന്യകകളിൽ രോഹിണി ദേവി ഇവിടെ പെരുമാളെ പ്രാർത്ഥിച്ച് ചന്ദ്രനെ ഭർത്താവായി വരിച്ചു. ചന്ദ്രൻ തന്റെ ഭാര്യമാരായ 27 നക്ഷത്ര കന്യകകളിൽ ആദ്യം ജ്ഞാനശക്തികളുള്ള രോഹിണിയെയും പിന്നീട് അഗ്നിശക്തികളുള്ള കാർത്തികയെയും ഭരിച്ചതിന് ശേഷമാണ് മറ്റു നക്ഷത്ര കന്യകകളെ വിവാഹം ചെയ്തത്. രോഹിണി തനിക്ക് ജ്ഞാനശക്തികളെയും വിശ്വരൂപ ദർശനവും തന്ന പെരുമാളെ ഇന്നും സൂക്ഷ്മരൂപത്തിൽ വന്ന് പൂജ ചെയ്യുന്നുണ്ട് എന്നാണ് വിശ്വാസം. പൊതുവെ ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വാസമുള്ളവരും കലാപ്രവർത്തനങ്ങളിൽ മികവ് കാണിക്കുന്നവരും കാണാൻ നല്ല ആകാരഭംഗിയും ഗാംഭീര്യവും ഉള്ളവരാണ് രോഹിണി നക്ഷത്രക്കാർ. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തെറ്റോ ശരിയോ അത് നടത്താതെ പിന്മാറുന്ന സ്വഭാവം ഇവർക്കില്ല. അതിനായി ഏതറ്റം വരെ പോവാനും ഇവർക്ക് മടിയില്ല. സ്വന്തമായി അഭിപ്രായങ്ങളും തീരുമാനങ്ങളുമുള്ള ഇവർ അത്ര പെട്ടെന്ന് ആർക്കും വഴങ്ങുന്നവരല്ല. ജീവിതത്തിൽ ഉണ്ടാവുന്ന ഗ്രഹപ്പിഴകൾ മാറാൻ രോഹിണി നക്ഷത്രക്കാർ ഇവിടെ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നത് ഉത്തമം. ഭഗവാൻ ഈ സ്ഥലത്ത് തന്റെ പാദങ്ങളെ ഭൂമിയിൽ അമർത്തി വിശ്വപാദ യോഗ ശക്തികളെ കൊണ്ടരുളും സ്ഥലമായതിനാൽ ഇവിടെ അടിപ്രദക്ഷിണം അംഗപ്രദക്ഷിണം ചെയ്യുന്നവരുടെ 72,000 നാഡീഞരമ്പുകളും ഉത്തേജിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ബുധൻ, ശനി, രോഹിണി നക്ഷത്രം, അഷ്ടമി തിഥി, 8-ാം തീയതി എന്നീ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമം. ഏകദേശം 2000 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്നതും 4 നിലകളിലുള്ള കിഴക്ക് ദർശനമായ രാജഗോപുരത്തോടെ കാണപ്പെടുന്ന തിരുപ്പാടകം പാണ്ഡവദൂത പെരുമാൾ കോവിൽ 8-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാർ പുനർനിർമ്മാണം ചെയ്തതായാണ് കണക്കാക്കുന്നത്. പിന്നീട് ചോഴ രാജാക്കന്മാരും വിജയനഗര സാമ്രാജ്യ അധിപതികളും ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തിട്ടുണ്ട്. രാജഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ കൊടിമരം, ബലിപീഠം, ഗരുഡസന്നിധി, വലതുവശത്ത് ക്ഷേത്രതീർത്ഥം. ക്ഷേത്രത്തിന്റെ പ്രധാന കരുവറിയിൽ ഭദ്രവിമാനത്തിന് കീഴെ മൂലവർ ശ്രീമൻ മഹാവിഷ്ണു പാണ്ഡവദൂത പെരുമാൾ എന്ന നാമത്തിൽ 27 അടി ഉയരത്തിൽ വലതുകാൽ മടക്കി ഇടതുകാൽ ഭൂമിയിൽ അമർത്തി അർദ്ധപത്മാസനത്തിൽ ഇരുകരങ്ങളോടെ വലതുകരം അഭയമുദ്രയോടെയും ഇടതുകരം വരദമുദ്രയോടെയും പ്രസന്നവദനായി കിഴക്ക് ദർശനമായി വിശ്വരൂപ ദർശനം കൊടുത്ത് ഇരിക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്.
പ്രത്യക്ഷം ജനമേജയൻ. ഭഗവാൻ ശ്രീകൃഷ്ണനായി ദൂതിനു പോയതിനാലാണ് പതിവിൽ നിന്ന് വ്യത്യാസമായി 2 കരങ്ങൾ മാത്രമുള്ളത്. നിലവറയ്ക്കുള്ളിൽ ഇരുന്ന പാടെയുള്ള വിശ്വരൂപ ദർശനമായതിനാൽ ആ രീതിയിൽ തോന്നത്തക്കവണ്ണമാണ് കരുവറ നിർമ്മിച്ചിരിക്കുന്നത്. വേറൊരു ദിവ്യദേശമായ ഉലകളന്ത പെരുമാൾ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വളരെ വലുതാണെങ്കിലും നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. ഇരിക്കുന്ന രൂപത്തിലുള്ള ഇത്രയും വലിയ പെരുമാൾ പ്രതിഷ്ഠ ഭാരതത്തിലെ വേറെ ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഉള്ളതായിട്ട് അറിവില്ല. സുധാരൂപത്തിലുള്ള വിഗ്രഹമായതിനാൽ അഭിഷേകമില്ല. വർഷത്തിൽ ഒരു പ്രാവശ്യം കാർത്തിക മാസത്തിൽ ഭഗവാന് തൈലക്കാപ്പാണ് ചാർത്തുന്നത്. ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്താണ് രുക്മിണി ദേവിയുടെ സന്നിധി. ക്ഷേത്രത്തിൽ ഇവരെ കൂടാതെ ഗരുഡാഴ്വാർ, ഒരേ ശിലയിൽ യോഗ നരസിംഹർ ചക്രത്താഴ്വാർ, ആഴ്വാർകൾ, ഉത്സവമൂർത്തികൾ, രാമാനുജർ, അരുളാല പെരുമാൻ ഐമ്പെരുമാളാർ എന്ന സന്യാസിക്കും സന്നിധിയുണ്ട്. ശൈവ സന്യാസിയായിരുന്ന ഇദ്ദേഹം ഈ ക്ഷേത്രത്തിൽ വെച്ച് രാമാനുജരോട് 18 ദിവസം നീണ്ടുനിന്ന പാണ്ഡിത്യ തർക്കത്തിനൊടുവിൽ രാമാനുജരുടെ ശിഷ്യനായി തീർന്നയാളാണ്. ക്ഷേത്രവൃക്ഷം പുന്നമരം. ക്ഷേത്രതീർത്ഥം മത്സ്യതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള 2 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. കാർത്തിക, ഭരണി, ശ്രീകൃഷ്ണ ജയന്തി, ദീപാവലി, മുക്കോടി ഏകാദശി, പങ്കുനി ഉത്രം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. പൂജാ സമയം രാവിലെ 7 മണി മുതൽ 11 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ 7:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കാഞ്ചീപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും 2 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കാഞ്ചീപുരം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.